ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 5 വർഷം മുമ്പ് ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ വീട്ടമ്മ ഉഷയെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ തീയതി ഇന്നിപ്പോൾ തീരുമാനിക്കും. 2021 മെയ് മാസത്തിൽ കോവിഡ് കാലത്താണ് ഉഷ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. എന്തായാലും ശസ്ത്രക്രിയയ്ക്കിടെ വീട്ടമ്മയുടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, വീണ്ടും ഒരു ആരോഗ്യമേഖലയിൽ വീണ്ടും ഒരു അനാസ്ഥയുടെ അല്ലെങ്കിൽ ഒരു നീതികേടിൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരോടുള്ള ഒരു പരിഗണനയുടെയൊക്കെ ഒരു പ്രതിഫലനം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. 5 വർഷം മുമ്പ് ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ വീട്ടമ്മ, വയറ്റിൽ കുടുങ്ങിയ വീട്ടമ്മ, ഈ 5 വർഷവും ഇവർ ഈ വേദനയെല്ലാം സഹിച്ച് ആശുപത്രികൾ കയറി ഇറങ്ങിയതിന് ശേഷവും അവർക്ക് എന്താണ് എന്ന് കണ്ടെത്താൻ പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം. സ്വകാര്യ ലാബിൽ ഉള്ള ഒരു പരിശോധനയ്ക്കിടെ അറിയുന്നു വയറ്റിൽ കത്രിക കുടുങ്ങിയിരിക്കുന്നു എന്ന്. എവിടെയാണ് നമ്മുടെ ആരോഗ്യരംഗം കൊണ്ടുപോകുന്നത്? ചൂണ്ടിക്കാണിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത് തന്നെയാണ്. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് തുടർച്ചയായി ഇതിനു മുൻപും സമാനമായൊരു വാർത്ത നമ്മൾ കൊടുക്കുന്ന കാര്യമുണ്ടായിരുന്നു. അതും വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. 2021 മെയ് 10-നാണ് ഈ വീട്ടമ്മ ഉഷ ജോസഫ് ഈ ആശുപത്രിയിൽ സമീപിക്കുന്നത്. അതായത് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നിരന്തരമായി പല ഘട്ടങ്ങളിലായി വയറുവേദന ഉൾപ്പെടെയുള്ള അനുബന്ധ രോഗങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള പല ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ ഉഷയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം പല ഡോക്ടർമാരെ കാണുന്ന സാഹചര്യത്തിലും ഇത്തരത്തിൽ ഈ വേദനയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വസ്തുത കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കാണിക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 5 വർഷം ഈ വേദന കടിച്ചമർത്തി ജീവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള വസ്തുത രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിൽ പാമ്പേഴ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട്ടമ്മ നടന്നിരുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയാണ്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്യുന്നതിനുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഇങ്ങനെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് വലിയ ഒരു സംഘർഷഭരിതമായ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന, മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന, ശാരീരികമായ ബുദ്ധിമുട്ട് നേരിടുന്ന 5 വർഷമാണ് കഴിഞ്ഞു പോയത്. പക്ഷേ ഈ വിഷയത്തെ പോലും വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോകുന്ന സമീപനമാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്തരത്തിലേക്കൊരു പരാതി സംഭവം അറിയില്ലെന്നും പരാതി ഉൾപ്പെടെ വന്നിട്ടില്ലെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത്. എന്തായാലും വിഷയത്തിൽ അജയ്, ഞാൻ അജയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആ ഉഷയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ടിട്ട് ഞാൻ അജയിലോട്ട് വരാം. പിന്നെ മോനെന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു. അങ്ങനെയാണ് എന്നെയും കൊണ്ട് നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു പിന്നെ ഒന്ന് എക്സ്റേ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുക്കാനായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച പോയപ്പം പറഞ്ഞ് ചൊവ്വാഴ്ച പിന്നെ ഭക്ഷണം കഴിച്ചിരിക്കുന്നതുകൊണ്ട് തെളിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബുധനാഴ്ച രാവിലെ പോയി എക്സ്റേ എടുത്തു. ആ എക്സ്റേ പടത്തിലാണ് കാണുന്നത് പിന്നെ കത്രിക കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നു. ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇങ്ങനത്തെ കാണിച്ചപ്പം പറഞ്ഞ് പിന്നെ മോനെ ഇന്നലെ രാത്രി വിളിച്ചപ്പം പറഞ്ഞ് രാവിലെ നിങ്ങൾ കൊണ്ടുവന്ന് വണ്ടാനത്തെ ഒരു ഡോക്ടറുടെ പേര് പറഞ്ഞ് അവിടെ കൊണ്ട കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ട കാണിച്ചപ്പോഴാണ് ഇത് കാണുന്നത്. വണ്ടാനത്ത് ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാണ്, ഞാൻ പോകത്തില്ല. അജയിലേക്ക് ഞാൻ മടങ്ങിയെത്തുകയാണ്. അജയ്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, ഈ വേദനയൊക്കെ അനുഭവിക്കുമ്പോഴും ഈ വീട്ടമ്മ ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണ്, ഈ മെഡിക്കൽ കോളേജിൽ തന്നെ തിരിച്ചും പോവുകയാണ്. മൂത്രത്തിൽ കല്ലാകുമെന്നൊക്കെയാണ് ഡോക്ടർമാർ പിന്നീട് രണ്ടാമത് നിരീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം കണ്ടെത്തിയതിന് ശേഷം ഇത് പുറത്താരോടും പറയരുത് എന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരു നീതികേടും അനാസ്ഥയുമൊക്കെ ഉണ്ടായതിന് ശേഷവും അത് പുറത്തു പറയരുത്, അല്ലെങ്കിൽ ഇത് വേറൊന്നാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട സാധാരണക്കാരായ, നമുക്കറിയാം എത്രയോ
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാധാരണക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളെ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ചികിത്സ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അവർ ആശുപത്രികൾ സമീപിക്കുമ്പോൾ അത് മറ്റെന്തെങ്കിലും ആകാമെന്നൊക്കെ പറഞ്ഞ് അവരെ പോലും വഴിതിരിച്ച് തെറ്റിദ്ധരിപ്പിച്ചൊക്കെ വിടുന്ന ഒരു സംവിധാനം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മാസമാണ്, കഴിഞ്ഞ 1.5 മാസമാകുന്നു എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ വരെ നടത്തി. അതിലൊക്കെ നമ്മൾ ഒരുപാട് അഭിമാനം കൊണ്ടവരാണ്. ഒരു സൈഡിൽ അങ്ങനെയൊക്കെ നടക്കുമ്പോഴും മറു സൈഡിൽ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ നമ്മുടെ ആരോഗ്യ മേഖലയെ അങ്ങേയറ്റം നശിപ്പിക്കുക തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ് സൂചിപ്പിച്ചത് തന്നെ. ഈ ആശുപത്രിയിൽ എത്തുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ മൂത്രത്തിക്കൽ ഉൾപ്പെടെയുള്ള അസുഖമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചികിത്സ നൽകുന്നത്. അത്തരത്തിൽ ഇഞ്ചക്ഷൻ ഉൾപ്പെടെ എടുത്തുകൊണ്ട് താൽക്കാലികമായി വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാക്കി മടങ്ങുന്ന സാഹചര്യം വരുന്നുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഈ വേദന വരുന്നു. അപ്പോൾ വീണ്ടും ആശുപത്രിയിൽ എത്തുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഈ തുടർച്ചയായി വേദന വരുന്നത് എന്ന് പരിശോധിക്കാൻ പോലും ഈ അധികൃതർ അല്ലെങ്കിൽ ഡോക്ടർമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നിരന്തരമായി ഈ വീട്ടമ്മയ്ക്ക് ഈ മൂത്രമൊഴിക്കുമ്പോൾ രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടാകുന്നു, ഒപ്പം വയറുവേദന വരുന്നു. അപ്പോൾ പോലും ഇതിന്റെ മൂലകാരണം എന്താണ് എന്ന് കണ്ടെത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത്. അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അതിനുശേഷം ആ യുവാവിന്റെ മുട്ടിൽ പരിക്കേൽക്കുന്നു, മുറിവ് പറ്റുന്നു. ആ മുറിവ് തുന്നിക്കെട്ടി പറഞ്ഞയക്കുന്നു. 2 മാസത്തിന് ശേഷം വീണ്ടും ആ മുറിവിൽ ഒരു അസാധാരണമായ ഒരു രൂപമാറ്റത്തിലേക്ക് മുറിവ് മാറുന്നു. ഒരു മുഴ പോലെ വരുന്നു. അതിനുശേഷം വീണ്ടും ഒരു സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ, ഒരു സർക്കാർ ആശുപത്രി തന്നെ സമീപിക്കുന്ന ഘട്ടത്തിലാണ് ആ മുറിവിനകത്തൊരു ചില്ലിന്റെ കഷ്ണമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ചികിത്സാ പിഴവാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 5 വർഷങ്ങൾക്ക് മുൻപാണ് നടന്നതെങ്കിൽ പോലും വണ്ടാനം മെഡിക്കൽ കോളേജിൽ സമാനമായ രീതിയിലേക്ക് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ചികിത്സാ പിഴവുണ്ടാകുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലേക്ക് വലിയ ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടാകുന്നത് എന്നുള്ളതും ഗൗരവമായിട്ട് നമുക്ക് കാണേണ്ടതാണ്. തുടർച്ചയായി ഇങ്ങനെ പിഴവുകൾ ഉണ്ടാകുമ്പോൾ പോലും ആ പിഴവുകൾ ഏത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്, ആ സിസ്റ്റത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ ക്രമീകരിക്കുവാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള വസ്തുതയാണ്. ആ ഒരു ക്രമീകരണം ആണ് ഉണ്ടാകേണ്ടത്. പല ഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയതാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രവേശന കവാടം ഉൾപ്പെടെ താറുമാറായി കിടക്കുന്ന കാര്യമാണുള്ളത്. ആ റോഡ് ഉൾപ്പെടെ പോയി കിടക്കുന്ന കാര്യമാണുള്ളത്. അത്തരത്തിലേക്ക് ഒരു അനാസ്ഥ ഈ സിസ്റ്റത്തിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ സിസ്റ്റത്തിന്റെ തകരാറല്ല, ആ സിസ്റ്റത്തെ തയ്യാറാക്കിയെടുക്കുന്നതിൽ അധികൃതർക്ക് വരുത്തുന്ന വീഴ്ചയാണ് ഇതിന്റെ തകരാറെന്ന് മനസ്സിലാക്കുവാൻ ഈ സമൂഹം അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ഉൾപ്പെടെ തയ്യാറാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ വീട്ടമ്മയെ അമൃത ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ ഇടപെടലുണ്ടായത്. ഇന്നലെ എച്ച് സലാം MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ചാണ് എത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് KC വേണുഗോപാൽ MPയുടെ നേതൃത്വത്തിലുള്ള MPയുടെ നിർദ്ദേശപ്രകാരം ആംബുലൻസ് എത്തുകയും അമൃത ആശുപത്രിയിലേക്ക് കൂടുതൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്ത ഒരു നടപടി തന്നെയാണ് KC വേണുഗോപാൽ അയച്ച ആംബുലൻസിലാണ് ഇപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. അശ്വതി കൂടി ചേരുകയാണ്. അശ്വതി, വീട്ടമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. എനിക്കിനിയും ആ ഒരു ചികിത്സയ്ക്കായി അല്ലെങ്കിൽ ആ കത്രിക വയറ്റിൽ നിന്ന് പുറത്തെടുക്കുന്നതിനുള്ള സർജറിക്കായി, ശസ്ത്രക്രിയയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ എനിക്ക് ഭയമാണ് എന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും അവരെ അമൃത ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താകും ഇനിയുള്ള തുടർ നടപടികൾ? ഈ ശസ്ത്രക്രിയ എപ്പോൾ നടത്തും? അതിൻ്റെ അടിയന്തര പ്രാധാന്യം എന്താണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴത്തേക്ക് അറിയാനാകും? ഇതിൽ അവരെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ അമൃത ആശുപത്രിയിലേക്ക്, കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. M. ലിജു അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് അവരോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഏറ്റവും വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. വിദഗ്ധ ഒരു സംഘമാണ്, ഡോക്ടർമാരുടെ സംഘമാണ് അമൃത ആശുപത്രിയിൽ അവരെ ചികിത്സിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഏത് വിധത്തിൽ ആയിരിക്കണം ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ എന്ന് തീരുമാനിക്കുന്നത്. സ്കാനിങ് അടക്കം
അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതായത് അവരെ എമർജൻസി വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷമുള്ള സ്കാനിംഗ് നടപടികളും അതുപോലെ തന്നെ മറ്റ് പരിശോധനാ നടപടികളും തുടരുകയാണ്. എന്തായാലും ഇത്രയും വർഷം ഈ ഉപകരണം ഇങ്ങനെ വയറ്റിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. ജീവഹാനിയോ മറ്റു കാര്യങ്ങളോ ഈ ഒരു ഘട്ടം വരെ ഉണ്ടായില്ല എന്നത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ്. അവർ വണ്ടാനം ആശുപത്രിയിലേക്ക് തിരികെ പോകുന്നതും അവിടെ ചികിത്സ തുടരുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും ഭയാനകമായി പറയുന്നത് അവർ അനുഭവിച്ച വേദനയുടെയൊക്കെ ഫലമാണ്. ഏതൊരു സാധാരണ മനുഷ്യനും വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. എന്തായാലും അമൃത ആശുപത്രിയിലാണ് അവർ എത്തിയിരിക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെയാണ് ഇവിടെ ഉള്ളത്. എത്രയും വേഗം തന്നെ ശസ്ത്രക്രിയ നടത്തി ഇത് നീക്കം ചെയ്ത് അവരുടെ ആരോഗ്യസ്ഥിതി ഭേദമാകും, ആരോഗ്യ കാര്യങ്ങളെല്ലാം തന്നെ ഭേദമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെയാണ് അവരെ പരിശോധിക്കുന്നത്. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ചികിത്സ ഏത് വിധത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്.